ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ റമദാൻ ഡേ 4 വീഡിയോ ആണ്. പക്ഷേ ഇന്ന് നമ്മൾ റെസിപ്പീസോ അല്ലെങ്കിൽ ഇഫ്താർ വ്ളോഗോ ഒന്നും അല്ല കേട്ടോ. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയത്തി അവളെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവുകയാണ്, സൗദിക്കാട്ടോ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു നൈറ്റ് ഒരു 3:30ക്കാണ് അവളെ ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 12 o'clock ആകുമ്പോൾ ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അവളെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അസിമോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോയിട്ട്, അപ്പോൾ അവളോട് നമ്മൾ പറഞ്ഞാണ് നോമ്പ് തുറന്നിട്ട് വരാം, നൈറ്റല്ല ഇറങ്ങുന്നത്. പക്ഷെ അവൾക്ക് നിങ്ങൾക്ക് കുറച്ച് സമയം നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ആക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധിച്ചപ്പോഴാട്ടോ നമ്മൾ പോയത്. പിന്നെ നോമ്പൊക്കെ തുറന്ന് ആ വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അവൾ പോണ ടൈമായതുകൊണ്ട് തന്നെ അവൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിട്ടോ. നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കലും പിന്നെ അവൾക്ക് തീരെ ഒരു എന്താ പറയുക ടൈം കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ അവളെ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റാക്കി, അവൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി അവൾ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ബേബീൻ്റെ അവളതൊക്കെ. പിന്നെ അവൾക്ക് കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ, പിന്നെ ഉമ്മാൻ്റെ വക മരുവനക്കും, പിന്നെ അവിടുന്ന് ഓരോ വീട്ടിൽ നിന്നും കുറച്ച് സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയത് ഉപ്പേനു കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ വെയിറ്റൊക്കെ ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അവൾ ഈ ഒരു ലഗേജിൽ 30 kg ആണ് കേട്ടോ പോവുക. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഒരു 26 ഒക്കെ ആയിരുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ ബീഫും കൂടെ വെക്കാണ്ടായിരുന്നു കേട്ടോ. ബീഫ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. അപ്പോൾ അതും കൂടെ അതിക്ക് സെറ്റാക്കിയപ്പോൾ ആ കറക്റ്റ് 30 kg ആയിട്ടോ. പിന്നെ അവളെ ഇതിൽ 10 kg ആണ് പറഞ്ഞത്, അതും ഒരു 9 kgൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകണ ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. കാരണം ആൾ നമ്മളായിട്ട് ഒന്ന് മിങ്കിളായി വരുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മളൊക്കെ മറക്കൂലേ. അപ്പോൾ ആ ഒരു സങ്കടമൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും പിന്നെ ഒരു 11 o'clock ആയപ്പോൾ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടോ. പിന്നെ ഇന്ന് തീരെ ടൈം ഉണ്ടായിരുന്നില്ല, കാരണം അവളെ കാണാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ വരണം ആ ഒരു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പം 11 o'clock ആയിട്ടുണ്ടെങ്കിൽ അവൾ മാറ്റാനൊക്കെ കയറിയപ്പെട്ടോ. അപ്പോൾ ബേബീനൊക്കെ ഫ്രഷാക്കി തലയൊക്കെ നനച്ചിട്ട് ഒന്ന് ഫ്രഷാക്കിട്ടോ. ഇനി ആളിന്ന് പകൽ തീരെ ഉറങ്ങിയിട്ടില്ലേനു. ഒന്നാമതേ ആളും പിന്നെ അവളെ ഉറക്കാനുള്ള ആ ഒരു ഇതിലൊന്നും അല്ലായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു തിരക്കൊക്കെ ആയതുകൊണ്ട് ആൾ തീരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഫുൾ എല്ലാവരും ഇങ്ങനെ എടുത്ത് നടക്കുക തന്നെയായിരുന്നു കേട്ടോ. അപ്പം അവൾ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ബേബീനെയൊക്കെ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഈ ഒരു ഫുൾ ഒരു റോംബറാണ് ഇട്ടിട്ട് പോകുന്നത്. കാരണം ഇനിയിപ്പോൾ ഫ്ലൈറ്റിലൊക്കെ ഭയങ്കര തണുപ്പൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആൾക്ക് ഈ ഒരു ഡ്രസ്സാകുമ്പോൾ ഒന്നുകൂടി കംഫർട്ട് ആവുമല്ലോ എന്ന് കരുതിയിട്ട് ഈ ഒരു ഡ്രസ്സാട്ടോ ഇട്ട് കൊടുത്തത് പോകുന്ന സമയത്ത്. പിന്നെ അവൾക്ക് ഷാർജയിൽ ഒരു 3 മണിക്കൂർ വെയിറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് വേണമെങ്കിൽ ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് കരുതിയിട്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ഞാൻ അവൾക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഡ്രസ്സ് ചെയ്യാനൊന്നും ഭയങ്കരമായിട്ട് നിന്നും തരില്ല കേട്ടോ. ആളിങ്ങനെ ഇപ്പോൾ കമന്ന് ഇങ്ങനെ നീന്തണ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഏതായാലും നമ്മളൊരു 12 o'clock കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവളെ വീട്ടിൽ നിന്ന് അവളെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററും പിന്നെ ഉമ്മയും ഉപ്പയും പിന്നെ ഞങ്ങൾ ഉമ്മ ഉപ്പ പിന്നെ എൻ്റെ വല്യമ്മ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ കേട്ടോ അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് പേടിയാവുന്നുണ്ട്, ഭയങ്കര ടെൻഷൻ എന്നൊക്കെ കേട്ടോ. അപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും അവളെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നാലും നമുക്കിങ്ങനെ നമ്മളെ വിട്ടിട്ട് പോകുന്ന ആ ഒരു സങ്കടം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ എപ്പം എങ്ങോട്ട് പോവുകയാണെങ്കിലും നമുക്ക് അങ്ങോട്ട് പോവുക പറഞ്ഞിട്ട് ഞാൻ അവളെ വിളിക്കലും അവളെ എന്നെ വിളിക്കലൊക്കെ ആയിട്ട് തന്നെ ഇപ്പോൾ വിളിച്ചാൽ എത്തുന്ന സ്ഥലത്തായിരുന്നല്ലോ. ഇനിയിപ്പോൾ നമ്മൾ വിളിച്ചാലൊന്നും പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റാത്തൊരു സ്ഥലത്തേക്കാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് അവർ ഹാപ്പി ആയിട്ട് തന്നെ തിരിച്ചു വരട്ടെ. അപ്പോൾ അവളെല്ലാവരോടും പറഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അസിമോളും പിന്നെ അവളെ താത്താൻ്റെ മോളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കുറച്ച് ദിവസം നിന്നാൽ മതി, വേഗം ഇങ്ങോട്ട് വരണേന്നൊക്കെ പറഞ്ഞിട്ടോ അവൾ വിടണത്. അപ്പോൾ ഏതായാലും നമ്മൾ ബേബി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കരച്ചിൽ തന്നെയാണ് കേട്ടോ. കാരണം ആൾക്കാർ ഡ്രസ്സ് ഇപ്പോൾ പുറത്ത് ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ അതിട്ടിട്ട് ഭയങ്കര ഇറിറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൾ കയറുന്ന സമയത്തൊക്കെ ബേബി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് എങ്ങനെ അവൾ ബേബിനായിട്ട് മാനേജ് ആക്കുക എന്നുള്ളൊരു ടെൻഷൻ നല്ല ഉണ്ടായിരുന്നു. പിന്നെ അവളെ കൂടെ ഒരാളുണ്ട് കേട്ടോ, അവളെ ഹസ്ബൻഡിനെ അറിയുന്ന ഒരാളുണ്ട്. അപ്പോൾ ആളുള്ളതുകൊണ്ട് അവളെ കയ്യിലുള്ള ലഗേജും പിന്നെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ആ ആൾ കേട്ടോ കെയർ ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ കുറേയൊക്കെ സമാധാനം ഉണ്ടായിനെ. അവൾക്ക് ബേബിൻ്റെ കാര്യം മാത്രം ഒന്ന് നല്ലപോലെ നോക്കിയാൽ മതി. അപ്പോൾ ആൾക്കും തന്നെ കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും
അവളെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് ആയതുകൊണ്ട് അത്ര വലിയൊരു എന്താ പറയുക വലിയ സീനൊന്നും ഇല്ലേനു. അപ്പോൾ ഏതായാലും ഇതാ അവർ ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1:30 ഉള്ളിലാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോയത്. പിന്നെ നമ്മൾ അവളെ ബാഗിൽ ഹാൻഡ് ബാഗിൽ അവൾ ബേബിക്കുള്ള കുറുക്ക് കൊടുക്കാനുള്ള സംഭവങ്ങളും വിസ്ക് ഫ്ലാസ്ക് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ എടുക്കാൻ പറ്റുമോ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഏതായാലും അവളെ ബോഡി പാസിങ്ങും അതേപോലെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകാമെന്നുള്ള രീതിയിൽ നമ്മൾ പുറത്തവിടെ വെയിറ്റ് ഇരുന്നിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയപ്പോഴത്തേനും നമ്മൾ ബേബീസിൻ്റെ ഉറക്കച്ചടവൊക്കെ മാറിയിട്ട് ആൾക്കാർ ഫുൾ ഫയറായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ സമയം ഞാൻ അവരെ പിന്നാലെ ഓടിയതിന് ശേഷം പിന്നെ ഉമ്മനോട് ഇറങ്ങി കുറച്ച് സമയങ്ങൾ ഓടിക്കോളി പറഞ്ഞിട്ട് ഉമ്മനെ ഏൽപ്പിച്ചേ. പിന്നെ നമ്മൾ അവരെ ബോഡി പാസിങ് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും 3 o'clock ഒക്കെ ആയിട്ടുണ്ടായിനി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഇനിയിപ്പോൾ അത്താഴത്തിനൊന്നും എഴുന്നേൽക്കണ്ടെന്ന് കരുതിയിട്ട് വരുന്ന വഴിക്ക് ചെറുതായിട്ട് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു വിത്തോട്ട് കോഫിയൊക്കെ എടുത്തു, അവർ ചായയും കുടിച്ചു. പിന്നെ അതിൻ്റെ കൂടെ ബ്രെഡ് ഓംലെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബേബീസൊക്കെ ഭയങ്കര ഫയറാണ്, കാരണം ഇന്ന് ഉറക്കമൊന്നും വല്ലാണ്ട് ശരിയായിട്ടില്ലല്ലോ. അസിമോളൊക്കെ ഉറക്കത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടുന്ന് ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ടാട്ടോ വീട്ടിലേക്ക് പോയത്. വീട്ടിലെത്തിയപ്പോഴത്തേന് ഏകദേശം സമയം 4 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇഷാ ഒന്നും നിസ്കരിച്ചിട്ടില്ലായിരുന്നു, വീട്ടിൽ നിന്ന് തിരക്കായതുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വീട്ടിൽ പോയതിന് ശേഷം നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇന്ന് തറാവിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കിടന്നത് കേട്ടോ. അപ്പോഴത്തേക്കും സുബി ബാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. പിന്നെ അത്താഴത്തിന് പിന്നെ നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഫുഡ് തന്നെയായിരുന്നു കേട്ടോ കഴിച്ചതൊക്കെ, കഴിച്ചത് തന്നെ ആയിരുന്നു. പിന്നെ പിറ്റേന്ന് മോർണിംഗ് ഒരു 8:30 ഒക്കെ ആയപ്പോൾ ഞാൻ അന്ന് നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയത്. പിന്നെ അവിടുന്ന് അസിമോക്ക് ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അവിടുന്ന് 8:30 ഒക്കെ ആയപ്പോൾ മോർണിംഗ് ഉപ്പനെ വെട്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് തന്നെ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നമ്മൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മളെ മാക്സിമം സപ്പോർട്ടാക്കുക. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം കേട്ടോ. ഓക്കെ, ബൈ, ടാറ്റ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.